മക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിൻ്റെ 2026-27 ഇപ്പോൾ നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യനും ആൻസർ കീയുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യനും ആൻസറും എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. സിമ്പിളായിട്ടുള്ള രീതിയിലാണ് നമ്മളിവിടെ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഹാച്ചി കി കഹാനി എന്ന പാഠത്തിൽ നിന്നാണ്, ആ കഹാനിയിൽ നിന്നാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ചോദ്യം വന്നിരിക്കുന്നത്. 1, 2, 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ ഇതിൽ നിന്നും എഴുതേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്ന സൂചന നമ്മളൊന്ന് നന്നായിട്ട് വായിച്ചു നോക്കാം. रोज के इस संग साथ के कारण दोनों में ऐसा लगाव बन गया कि हाची अब उन्हीं को अपना मालिक मानने लगा. प्रोफेसर की पत्नी को शुरू में हाची पसंद नहीं आया, लेकिन उसकी सुंदरता और प्रोफेसर के प्रति उसके स्नेह ने उनका दिल पिघला दिया. നിത്യമുള്ള അവരുടെ കൂടിച്ചേരൽ, അവരുടെ സംഘ് സാധിക്കുക കാരണം എന്നും അവർ ഒന്നിച്ചു പോകുന്ന കാരണത്താൽ രണ്ടു പേരുടെയും ആ ഒരു ബന്ധം എന്തായി, വളരെയധികം അടുത്ത ബന്ധമായി അല്ലേ. ഹാച്ചി അബുനിക്ക് അങ്ങനെ ഹാച്ചി അദ്ദേഹത്തിനെ തൻ്റെ മാലിക്കായിട്ട് മനസ്സിലാക്കി, മാലിക്കായിട്ട് അംഗീകരിക്കാൻ തുടങ്ങി. പ്രൊഫസർക്ക് പത്നിക്കോ ചുരുമേ, പ്രൊഫസറിൻ്റെ ഭാര്യയ്ക്ക് തുടക്കത്തിലൊന്നും ഹാച്ചിയെ ഇഷ്ടമായിരുന്നില്ല. ലേക്കിൻ ഉസ്കി സുന്ദരത, പക്ഷേ ഹാച്ചിയുടെ സൗന്ദര്യവും അവളുടെ ആ പ്രൊഫസറിനോടുള്ള സ്നേഹവും ഒക്കെ കണ്ടപ്പോൾ ഭാര്യയുടെ മനസ്സ് അലിഞ്ഞു എന്നാണ് പറഞ്ഞത്. ചോദ്യം നോക്കാം. സഹി വികൽപ്പ് ചുൻകർ ലിഖേം, ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതാനാണ് പറഞ്ഞത്. ഉസ്കെ എന്നതിൻ്റെ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. നിങ്ങളടുത്ത് പറഞ്ഞതാണ് ഉസ് എന്നത് എപ്പോഴും എന്തായിട്ടാണ് വരുന്നത്, വഹ ആയിട്ടാണ് വരുന്നത്. ഇവിടെ വഹ് മാത്രമേ തന്നിട്ടുള്ളൂ അല്ലേ, വഹ ആയിട്ടാണ് വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ എന്തും കൂടെ ചേരും, കെ വരുമ്പോൾ കെ ആണ് ചേരുക അല്ലേ. വഹ് പ്ലസ് കെ എന്നാണ് ചേരുന്നത്. ഇവിടെ എന്തൊക്കെ ചേർന്നിട്ടുണ്ട്, കാ, കെ, കി, കോ ചേർന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിത് മാത്രം മതി, ഏത്, ഈ കെ ചേർന്നത് മാത്രം മതി. വഹ് പ്ലസ് കെ ആണ് എന്ത്, ഉസ്കെ. എന്താണ്, വഹ് പ്ലസ് കെ, ഉസ്കെ, അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അത് നമുക്ക് ഇത്തിരി ഒന്ന് കൂട്ടി കൊടുക്കാം. വഹ് പ്ലസ് കെ, ഉസ്കെ. ഓക്കെ, ഇനി അടുത്തത്. ഹാച്ചിനെ പ്രൊഫസർ കി പത്നി കാ ദിൽ പിഘലാ ദിയ കൈസെ, ഹാച്ചി പ്രൊഫസറിൻ്റെ ഭാര്യയുടെ മനസ്സലിയിച്ചു എങ്ങനെ. ഈ ചോദ്യം തന്നെ നിങ്ങൾ പഠിച്ചതാണ്. ഈ ചോദ്യം, അതിൻ്റെ ഉത്തരമൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. ഇത് നിങ്ങളെ തലതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു പ്രശ്നമുള്ള രീതിയിലാണ് ഈ ചോദ്യം തന്നത് അല്ലേ. അതായത് അത് വായിച്ച അർത്ഥം മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ചോദ്യം തലകുത്തനെയൊക്കെയാണ് തന്നത്. കുട്ടികൾക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രീതിയിലാണ് ചോദ്യം എന്നർത്ഥം. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ നോക്കാം. ഹാച്ചി की सुंदरता और प्रोफेसर के प्रति उसके स्नेह को देखकर प्रोफेसर की पत्नी का दिल पिघला दिया. എങ്ങനെയാണ്, ഹാച്ചിയുടെ സൗന്ദര്യവും പ്രൊഫസറിനോടുള്ള ഹാച്ചിയുടെ സ്നേഹവുമാണ് ഭാര്യയുടെ മനസ്സ് അലിയിച്ചത് അല്ലേ. അപ്പം അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. പ്രൊഫസർ കി പത്നി ഹാച്ചിക്കോ പസന്ത് കർണേലി, പ്രൊഫസറിൻ്റെ ഭാര്യ ഹാച്ചിയെ സ്നേഹിക്കാൻ തുടങ്ങി. ഇസ് അനുഭവ പർ പത്നിക്ക് ഡയറി ലിഖിയും, ഈ അനുഭവത്തിൽ നമ്മൾ ആരുടെ ഡയറി എഴുതണം, പത്നിയുടെ ഡയറി എഴുതണം, ഭാര്യ എഴുതിയ ഡയറി. അപ്പം നമുക്ക് ഭാര്യ എഴുതിയ ഡയറി നോക്കാം. അതോടൊപ്പം തന്നെ ഒരു ഓർ ക്വസ്റ്റ്യനും കൂടെ ഉണ്ട് അല്ലേ. പ്രൊഫസർ കി പത്നി ഹാജിക്കോ പസന്ത് കർണയിലേക്ക് ഇതൊക്കെ പ്രൊഫസർ ബി ഖുഷി അല്ലേ, പ്രൊഫസറിന് സന്തോഷമായി, പ്രൊഫസറിൻ്റെ ഭാര്യ ഹാജിയെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പം. അപ്പോൾ പ്രൊഫസർ എന്ത് ചെയ്തു, പ്രൊഫസറും ഡയറി എഴുതി. ഇതിലേതെങ്കിലും ഒരു ഡയറിയാണ് നമ്മൾ എഴുതേണ്ടത്. ഭാര്യയുടെ ഡയറിയോ അല്ലെങ്കിൽ പ്രൊഫസറിൻ്റെ ഡയറിയോ ആണ് എഴുതേണ്ടത്. അപ്പം നമുക്ക് ആ രണ്ട് ആൻസറും ഇവിടെ എഴുതിയത് നോക്കാം. ദിനാങ്ക് എഴുതണം കേട്ടോ, നിർബന്ധമാണ്. നിങ്ങളുടെ ഡയറിയുടെ ഫോർമാറ്റ് എന്താണ്, ദിനാങ്കാണ്. അപ്പോൾ ദിനാങ്ക് നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതുക. ഇവിടെ രവിവാർ 19/5/2025 എഴുതിയത്. 19/4/2025. നിങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞു പോയൊരു ഡേറ്റ് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ എക്സാം എഴുതുന്ന ഡേറ്റ് കൊടുക്കരുത്, ഡയറിയാണ്. അപ്പോൾ ഡയറി ആകുമ്പം അതിൻ്റെ മുമ്പുള്ള ഡേറ്റ് കൊടുക്കാം. പിന്നെ ഏതെങ്കിലും ഒരു ദിവസവും എഴുതാം. ആജ് കാ ദിൻ മേ കൈസേ ഭൂലും, ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും.
പ്രൊഫസർ ने आज एक अकीदा वंश का पिल्ले को घर ले आया. പ്രൊഫസർ ഇന്ന് അക്കീദ വംശത്തിലുള്ള ഒരു പട്ടിക്കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇത്രയും വിശദമാക്കണ്ടെങ്കിൽ പ്രൊഫസറിനെ ആജ് ഏക്ക് പിള്ളാക്കോ ഗർ ലേ ആയ. ഇന്ന് പ്രൊഫസർ ഒരു പട്ടിക്കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു, അത്ര എഴുതിയാൽ മതി കേട്ടോ. ഉസ്കാ നാം ഹാച്ചിത, അതിൻ്റെ പേരെന്തായിരുന്നു? ഹാച്ചി എന്നായിരുന്നു. മുജേ ശുരൂമേ ഉസ്കോ പസന്ത് നഹീ താ, അതിനെ എനിക്ക് ആദ്യം ഒന്നും ഇഷ്ടമായിരുന്നില്ല. ലേക്കിൻ ഉസ്കി സുന്ദരത പ്രൊഫസർ കെ പ്രതി ഉസ്കെ പ്യാറിനെ മേരാ ദിൽ പിഘലാ ദിയ. പക്ഷേ അതിൻ്റെ സൗന്ദര്യവും അത് പ്രൊഫസറിനോട് കാണിക്കുന്ന സ്നേഹവും ഒക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സലിഞ്ഞു. ഹർ ദിൻ സബേരെ പ്രൊഫസറിനെ കുത്തേക്ക് മാലികക്കോ ഗോജിനെ നികല. ഇവിടെ കുത്തേനുള്ളടത്ത് പിള്ളേക്കേന്ന് എഴുതിട്ടോ. എന്താണ്? ഓരോ ദിവസവും ഹർദിൻ എന്നാൽ എല്ലാ ദിവസവും രാവിലെ പ്രൊഫസർ ഈ പിള്ളേക്ക് ആ പട്ടിക്കുട്ടിയുടെ എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. പിള്ളേക്ക് മാലികുക്കു ഗോജിനെ നികല, അതിൻ്റെ മാലികിനെ അന്വേഷിച്ചെങ്ങാണ്ട് പുറത്തിറങ്ങും. രണ്ടുപേരും കൂടെ തെരഞ്ഞെങ്ങാണ്ട് ഇറങ്ങും. रोज के इस संग साथ के कारण दोनों में ऐसा लगाव बन गया कि हाची अब उन्हीं को अपना मालिक मानने लगा. അങ്ങനെ അവരുടെ എന്നും ഒന്നിച്ചുള്ള അവരുടെ ഒരു പോക്ക് കാരണം അവരെന്തായി? ഹാച്ചി മാലിക് ആയിട്ട് ആരെ അംഗീകരിക്കാൻ തുടങ്ങി? പ്രൊഫസറിനെ അംഗീകരിക്കാൻ തുടങ്ങി. മേ ബി ഉസേ പ്യാർ കർണേലേക്ക, ഞാനും എന്തായി? അവനെ സ്നേഹിക്കാൻ തുടങ്ങി. ബേച്ചാര ഹാച്ചി, പാവം ഹാച്ചി പാവമാണ്, ഞാനും അതിനെ സ്നേഹിക്കാൻ തുടങ്ങി. ഇത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ നിന്ന് തന്നെ എടുത്തിട്ടാണ് എഴുതിയത്. അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നിന്ന് തന്നെ, നിങ്ങൾ തന്നിരിക്കുന്ന പാരഗ്രാഫിൽ നിന്ന് തന്നെ എങ്ങനെ ഡയറി എഴുതാമെന്ന് കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതിൽ തന്നിരിക്കുന്ന സെൻറ്റൻസുകളൊക്കെ തന്നെയാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ ഡയറി എഴുതിയത്. ഓക്കെ, ഇനി സ്വന്തമായിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ സ്വന്തമായിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കിയിട്ട് എഴുതാം. അതാണ് വളരെ സിമ്പിളായിട്ടുള്ളത്. ഇത് എഴുതാൻ കഴിയാത്ത കുട്ടികളുണ്ടായിരിക്കും, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് എഴുതിയത്. ഇനിയും നിങ്ങൾക്ക് റീടെസ്റ്റ് വരും അല്ലേ? പാസ്സാവാത്ത കുട്ടികൾക്ക് റീടെസ്റ്റ് വരും. അപ്പോൾ ആ റീടെസ്റ്റിലേക്ക് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും ഇത്. ഈ പാരഗ്രാഫിൽ നിന്ന് തന്നെ എങ്ങനെ ഡയറി എഴുതാമെന്നത് പഠിച്ചിട്ട് മനസ്സിൽ നിൽക്കാത്ത കുട്ടികൾക്ക് ഉപകാരമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പ്രൊഫസറിൻ്റെ ഡയറി നമ്മൾ നോക്കിയിട്ടില്ല അല്ലേ? അപ്പോൾ നമ്മളിനി നോക്കാൻ പോകുന്നതാണ് പ്രൊഫസറിൻ്റെ ഡയറിയാണ് കേട്ടോ. പ്രൊഫസറിൻ്റെ ഡയറിക്ക് നമ്മൾ ദിവസം കൊടുക്കണം, ഡേറ്റും കൊടുക്കണം. ആജ് കാ ദിൻ മേ കൈസേ ബോലും, അതേ സംഭവം തന്നെ ഇവിടേക്ക് എഴുതാം. ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും? മേരി പത്നി ഹാച്ചിക്കോ പസന്ത് കർണയിലേക്ക്, എൻ്റെ ഭാര്യ ഹാച്ചിയെ സ്നേഹിക്കാൻ തുടങ്ങി, ഇഷ്ടപ്പെടാൻ തുടങ്ങി. മുജേ ഖുഷി ഹുയി, എനിക്ക് വളരെയധികം സന്തോഷമായി. ഹാച്ചിയൊക്കെ ശാന്താർ പിള്ളാഹെ, ഹാച്ചി ഒരു മനോഹരമായ ഒരു പട്ടിക്കുട്ടിയാണ്. ഉസേ മുജേ സടക്ക് സേ മിലാഹെ, എനിക്കതിനെ റോട്ടിൽ നിന്ന് കിട്ടിയതാണ്. ബേച്ചാര അകേലെ പെടാതെ, പാവം ഒറ്റയ്ക്ക് കിടക്കുകയായിരുന്നു. മേനെ ഉസേ ഗർ ലായ, ഞാൻ അതിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പത്നിക്കോ ശുരുമേ ഹാച്ചി പസന്ത് നഹി ആയ, ഭാര്യയ്ക്ക് തുടക്കത്തിലൊന്നും ആ പട്ടിക്കുട്ടിയെ ഇഷ്ടമേ ആയിരുന്നില്ല. ലേക്കിൻ ഉസ്കി സുന്ദരത और മേരെ പ്രതി ഉസ്കെ സ്നേഹിനെ ഉനക്ക് അതിൽ പിഘലാ ദിയ, പക്ഷേ അതിൻ്റെ സൗന്ദര്യവും എന്നോടുള്ള അതിൻ്റെ സ്നേഹവും ഒക്കെ കണ്ടപ്പോൾ ഭാര്യയുടെ മനസ്സലിഞ്ഞു. ഹാച്ചി അബ് മേരാ സാത്തിഹി രേഖുക, ഹാച്ചി ഇനി എൻ്റെ കൂടെ തന്നെ താമസിക്കും. ബേച്ചാരാഹേവ, പാവമാണ് അതിനി എൻ്റെ കൂടെ തന്നെ താമസിക്കും എന്ന് പറയാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ജൂലിയ ആർ ലൂണ എന്ന കഹാനി നിന്നാണ് വന്നിരിക്കുന്നത്. 4, 5, 6 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ ഇതിൽ നിന്ന് എഴുതേണ്ടത്. അപ്പോൾ നോക്കാം. ഹട്ടേ കട്ടേ ആത്മീയോ കെ സേട്ടിനെ അജീബോ ഗരീബ് തർക്കീബേ ലഗായി. ബലിഷ്ഠരായ ആളുകളുടെ സേട്ടുണ്ടല്ലോ, അത് പല ഉപായങ്ങളും ചെയ്തു. कभी पेड़ के नीचे लाउड स्पीकर तेज ഷോർ മച്ചായ. ലൗഡ് സ്പീക്കർ എന്ത് ചെയ്തു? ശക്തിയായിട്ട് വളരെ ഉച്ചത്തിൽ എന്തായി ശബ്ദം ഉണ്ടാക്കി ലൗഡ് സ്പീക്കർ വെച്ചിട്ട്. കബി പേടുക്കെ ഊപ്പർ ഹെലികോപ്റ്റർ ഉടാക്കർ ഉസ്കി രാത്ത് പർ ചകായി രക. ഇടയ്ക്ക് എന്ത് ചെയ്തു? ഹെലികോപ്റ്റർ ഇങ്ങനെ പറത്തിച്ച് രാത്രി മുഴുവൻ അവളെ ഉറങ്ങാൻ സമ്മതിക്കാതെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു അല്ലേ? തും ഹമാരി ദോസ്തി കബി നഹീം തോട് പാവോഗെ, നിങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും തകർക്കാൻ കഴിയുകയില്ല. ലടുക്കി ബുലന്ത് ആവാസ് മേനെ കാത്തി, പെൺകുട്ടി ഉറച്ച ശബ്ദത്തിൽ അവരോട് പറയാണ്. ചോദ്യം എന്താണെന്ന് നോക്കാം.
നീച്ചേ ദിയെ പ്രസ്താവ് പഠേൻ സഹി വികൽപ്പ് ചുൻകർ ലിഖേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയൊക്കെ വായിച്ചിട്ട് ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള വികൽപ്പ് അതാണ് നമ്മൾ എഴുതേണ്ടത്. തന്നിരിക്കുന്ന പ്രസ്താവന വായിക്കാം. ജൂലിയ പേട് പർ ചढ़ गई. ജൂലിയ മരത്തിൽ കയറി. ശരിയാണ് അല്ലേ, ജൂലിയ മരത്തിൽ കയറിയിട്ടുണ്ട്. സേട്ടിനെ പേട് കാ സംരക്ഷൺ കിയ. സേട്ട് സംരക്ഷണം ചെയ്തിട്ടില്ല പേട്. ജൂലിയ और ലൂണ की दोस्ती अजीब थी. ജൂലിയയുടെയും ലൂണയുടെയും ഫ്രണ്ട്ഷിപ്പ് വിചിത്രമായിരുന്നു. ലോക് ജൂലിയാസെ നാരാസ് ദി. ആളുകൾ ജൂലിയോട് പിണക്കമായിരുന്നു. അത് തെറ്റാണ് അല്ലേ. അപ്പം ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ദാ ഈ ലാസ്റ്റതാണ് എന്ത് ശരിയായ ആൻസർ. ലാസ്റ്റിലുള്ളതാണ് കേട്ടോ ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഇതാണ് 1ഉം 3ഉമാണ് ശരിയായ ആൻസർ. തും ഹമാരി ദോസ്തി കബി നെഹിം തോട് പാവോകെ ലടുക്കിനെ ഐസ ക്യോം കഹാ. നിങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും തകർക്കാൻ കഴിയില്ല. അങ്ങനെ പെൺകുട്ടി പറയാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടായിരിക്കാം പെൺകുട്ടി അങ്ങനെ പറഞ്ഞത് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം. ക്യോം കി ലड़की पेड़ से बहुत प्यार करती थी और वह किसी भी डर से पेड़ को नहीं छोड़ना चाहती थी. എന്തുകൊണ്ടെന്നാൽ പെൺകുട്ടി മരത്തിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. और वह किसी भी डर से ആരുടെയും ഭയപ്പെടുത്തലാൽ മരത്തിനെ ഉപേക്ഷിക്കാൻ नहीं छोड़ना चाहता. ഉപേക്ഷിക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? വിപത്തിയമേ പേടുക്കോ ചോടന നെഹി ചാത്തി. ആപത്തിൽ മരത്തിനെ ഉപേക്ഷിക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല എന്ന് എഴുതിയാലും മതി കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. लड़की ने आदमी से कहा तुम हमारी दोस्ती कभी नहीं तोड़ पाओगे. इस प्रसंग पर आदमी और लड़की के बीच की बातचीत लिखिए എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ഒരു സംഭവത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ സംഭാഷണം എഴുതണം. പെൺകുട്ടിയും അതുപോലെ തന്നെ ആത്മിയും തമ്മിലുള്ള സംഭാഷണം. അപ്പോൾ നമുക്ക് ആ പെൺകുട്ടിയും ആത്മിയും തമ്മിലുള്ള സംഭാഷണം എഴുതി നോക്കാം. ആത്മി ഹേ ലടുക്കി നീച്ചേ ഉതരോ. പെൺകുട്ടി താഴത്തേക്ക് ഇറങ്ങൂ എന്ന് പറയാണ്. ലടുക്കി നെഹിയും ഇല്ല. മേ നെഹി ഉതരുങ്കി ഞാൻ ഇറങ്ങുകയില്ല. ആത്മി ക്യോം എന്തുകൊണ്ട് ഇറങ്ങില്ല എന്ന് ചോദിക്കുകയാണ് ആത്മി. ലടുക്കി ലൂണ മേരാ ദോസ്ത് ഹേ. ലൂണ എൻ്റെ ഫ്രണ്ടാണ്, അതുകൊണ്ട് ഞാൻ അവളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഇറങ്ങൂല എന്ന് പറയാണ് അല്ലേ. ലൂണ മേരാ ദോസ്ത് ഹേ. ആത്മി ഹം പേട് കാട്ടിനെ ആയാ ഹേ. ഞങ്ങൾ മരം മുറിക്കാൻ വന്നതാണ് എന്ന് പറയാണ്. ഞങ്ങൾ മരം മുറിക്കാൻ വന്നതാണ്. ലടുക്കി തും ഹമാരി ദോസ്തി കബി നെഹി തോട് പാവോകെ. നിങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും തകർക്കാൻ കഴിയുകയില്ല. ആത്മി ആക്കിർ കബി തോ ഉദരേകി തബ് കാട്ടോകെ പെടുക്കുക. അവസാനം നീ എപ്പോഴെങ്കിലും ഇറങ്ങിയല്ലോ അന്നേരം മരം മുറിച്ചോളാം എന്ന് ആര് പറയാണ്? ആത്മി പറയാണ്. ആ പെൺകുട്ടി എന്താ പറയുന്നത്? ലൂണാക്കോ മേ വിപത്തി മേ നെഹി ചോടുങ്ക. ലൂണയെ ഞാൻ ആപത്തിൽ ഉപേക്ഷിക്കുകയില്ല എന്ന് ലടുക്കി പറയുന്നു. അതോടുകൂടിയ സംഭാഷണം അവസാനിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന പാരഗ്രാഫിൽ നിന്ന് തന്നെ എടുത്തതാണ് കേട്ടോ. അവിടെ തന്നിരിക്കുന്ന പാരഗ്രാഫ് ഉണ്ടല്ലോ, ഇതിൽ നിന്ന് തന്നെയാണ് ഈ സംഭാഷണങ്ങളൊക്കെ എടുത്തത്. അപ്പോൾ നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഈ ഒരു പാരഗ്രാഫ് ജൂലിയ ആർ ലൂണ എന്നതിൻ്റെ ഒരു ചോദ്യവും കൂടെ ഇതിൽ വരുന്നുണ്ട് അല്ലേ. ജൂലിയ ലൂണ ഉണ്ടോ, ഇവിടെ ഒരു പാരഗ്രാഫും കൂടെ വരുന്നുണ്ട്. ഇതിൽ നിന്നും എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ വാർത്താലാപ് ശരിക്കും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് ഈ പാരഗ്രാഫിൽ നിന്ന് ഏതൊക്കെ എടുത്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊന്നും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രണ്ടെണ്ണത്തൊന്നും എടുത്തിട്ടാണ് നമ്മൾ ആ ഒരു വാർത്താലാപ് തയ്യാറാക്കിയത്. കാരണം പറഞ്ഞല്ലോ ഇനി നിങ്ങൾക്ക് റീടെസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ വളരെ ഉപകാരപ്പെടുന്ന ഒരു മാതൃകയിലുള്ള ആൻസറാണ് നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പേട് കവിത കൈഹംസ് പടേ ഓർ. പേട് എന്ന കവിതയിലെ തന്നിരിക്കുന്ന ഭാഗം വായിച്ചതിന് ശേഷം 7-9 ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് എഴുതാൻ പറഞ്ഞത്. 7, 8, 9 കേട്ടോ. ലടുക്കി ആത്മീയ ലടുക്കിയും തമ്മിലുള്ള ബാധ്യത നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. ഇനി സേട്ടും അതുപോലെ തന്നെ ആത്മീയും തമ്മിലുള്ള ബാധ്യത ഉണ്ടല്ലോ, അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലെ തന്നെ സങ്കല്പിച്ചിട്ട് എഴുതുക. ഓക്കെ, സേട്ടും ആത്മീയും തമ്മിലുള്ള ബാധ്യത. ഇനി നമ്മൾക്ക് ഇതിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത് മിട്ടി രംഗ് ഹവ और पानी को कौन जोड़ते हैं. ആരാണ് മിട്ടി രംഗ് ഹവ പാനി ഇതിനെയൊക്കെ കൂടെ യോജിപ്പിക്കുന്നത് ആരാണ്? പേട് അല്ലേ. പേടാണ് അതിൻ്റെ ഉത്തരം. പേട് കോ ക്യോം ദർജി കഹാ ഗയാ ഹെ. പേടിനെ എന്തുകൊണ്ടാണ് ദർജി എന്ന് പറയുന്നത്, തയ്യൽക്കാരൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ക്യോം കി എന്തുകൊണ്ടെന്നാൽ പേട് ദർജിക്ക്, ഇവിടെ ദർജി എന്നാണ്, ദർജിക്ക് തര മിട്ടി പാനി ഹവ और धूप को आपस में जोड़कर नए रंग फूल और फल बनाता है. എന്തുകൊണ്ടാണ് പറയുന്നത്?
ഈ പേട് ഒരു തയ്യൽക്കാരനെ പോലെ മണ്ണ്, വെള്ളം, വായു, വെയിൽ ഇതൊക്കെ കൂട്ടിച്ചേർത്തുങ്ങാണ്ട് നിറവും അതുപോലെ തന്നെ പൂക്കളും പഴങ്ങളൊക്കെ ഉണ്ടാക്കുന്നു മരങ്ങളിൽ അല്ലേ. അതുകൊണ്ടാണ് അതിനെന്ത് പറഞ്ഞത്, പിന്നെ ദർജി എന്ന് പറഞ്ഞത്. ഇനി അടുത്ത ചോദ്യം, കവി ഓർ കവിത का പരിചയ देते हुए കവിതാംശ का ആശയം लिखिए. ആശയം, നിങ്ങൾ കവിതയുടെ ആശയം നിങ്ങൾ പഠിച്ചതാണ് അല്ലേ. പേട് കവിതയുടെ ആശയം, ഈ ഒരു ആശയം മാത്രമാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ടാവുക. കാരണം ഈ ഒരൊറ്റ കവിതയാണ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാവരും പഠിച്ച് എഴുതിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ കവിതയുടെ ആശയം ഞാനിവിടെ എഴുതിയിട്ടില്ല. കവിതയുടെ ആശയം നിങ്ങൾക്ക് ഒരുപാട് തവണ ക്ലാസ് ചെയ്തതാണ്, നിങ്ങളുടെ കയ്യിലുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ പഠിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത 10ാമത്തെ ചോദ്യമാണ്. 10ാമത്തെ ചോദ്യം ജൂലിയാർ ലൂണ എന്ന കഹാനിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ആത്മീയോനെ സോച്ച ആക്കിർ കബിത്ത ഉദ്ധരേകി. ആളുകൾ ചിന്തിക്കുകയാണ് അവസാനം എപ്പോഴെങ്കിലും ഇറങ്ങുമല്ലോ, തബ് കാട്ടോകെ പേടുക്കും, അപ്പോൾ മരം മുറിക്കാം. ദിനം അപ്തേ മഹീനെ ബീത്തുകയെ, ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ കടന്നുപോയി. പർ ലടുക്കിത്ത ഉദരിഹിനി, പക്ഷെ പെൺകുട്ടി ഇറങ്ങിയതേ ഇല്ല. ലോകോങ്കോ ജബ് അതാ ചലാത്ത ഉസ്കെ ലിയ ഗാന, പാനി, സ്റ്റൗ, കിതാബേ, ഗദ്ദ, കമ്പൾ, കപ്പടെ, സബ് ലിയായി. ആളുകൾക്ക് അറിവ് ലഭിച്ചപ്പോൾ ആളുകൾ എന്ത് ചെയ്തു, അവർക്ക് വേണ്ടിയിട്ട് വസ്ത്രം, അതുപോലെ തന്നെ ഭക്ഷണം, പുസ്തകങ്ങൾ, സ്റ്റൗ, കമ്പിളി മുതലായ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നു. ശുക്രിയ ലടുക്കി ചഹായി. പെൺകുട്ടി സന്തോഷത്തോടു കൂടി പറഞ്ഞു നന്ദി എന്ന് പറഞ്ഞു അല്ലേ. നമ്മോനൊക്കെ അനുസാരിലേക്ക് മാതൃക അനുസരിച്ച് എഴുതാനാണ് പറഞ്ഞത്. ആത്മീ ആത്താഹെ. ഇനി ഇപ്പുറത്തേക്ക് നോക്ക്, ആത്മീ ആ വരെ ഉള്ളത് ശരിയാവും. ആത്മീ ആ വരെ ഇവിടെ നിന്ന് തന്നെ എടുത്തതാണ്. പിന്നെ ഈ താ എന്നതിന് മാറ്റം വന്നു. താ എന്നത് എന്തായി, രഹാന്നായി അല്ലേ. ആ താഹേ എന്നുള്ളത് രഹാഹേന്നായി. അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ലടുക്കി ബോൽ വരെ എഴുതുക. ലടുക്കി ബോൽ വരെ എഴുതുക. എന്നിട്ട് ഈ തീ ഹേ എന്നുണ്ടല്ലോ, ഈ തീ ഹേ എന്നുള്ളത് എന്തായി മാറും, തീ എന്നുള്ളത് രഹി എന്നാവും. തീ എന്നുള്ളത് എന്തായി മാറും, രഹി എന്നാവും. രഹി ഹേ, മനസ്സിലായല്ലോ. അപ്പം ലടുക്കി ബോൽ രഹി ഹേ എന്നാണ് ആൻസർ വരുന്നത്. ആൻസർ എഴുതിയിട്ടുണ്ടോ നോക്കാം. ആ ലടുക്കി ബോൽ രഹി ഹേ, മനസ്സിലായോ. ഇനി അടുത്ത ചോദ്യം, 11ാമത്തെ ചോദ്യം. കോഷ്ടക്കെ ശബ്ദോं की सहायता से വാക്യ വിസ്താറാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ്. ലടുക്കി ആത്തി ഹേ, ലടുക്കി ബച്ചാനെ ആത്തി ഹേ. ലടുക്കി വരുന്നു, പെൺകുട്ടി വരുന്നു, പെൺകുട്ടി രക്ഷിക്കാൻ വരുന്നു. ആരെ രക്ഷിക്കാനാണ് വരുന്നത്, പെൺകുട്ടി പേടുക്കോ അല്ലേ. ലടുക്കി പേടുക്കോ ബച്ചാനെ ആത്തി ഹേ. പിന്നെന്താ പറയുന്നത്, ചോട്ടി ലടുക്കി പേടുക്കോ ബച്ചാനെ ആത്തി ഹേ. അപ്പം നമുക്ക് ആൻസർ എഴുതിയോ നോക്കാം. ലടുക്കി ആത്തി ഹേ, ചോട്ടി ലടുക്കി ആത്തി ഹേ എന്നാണ് എഴുതിയത് കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ ആയാലും ശരിയാണ്, ഇങ്ങനെയാണെങ്കിലും ശരിയാണ് കേട്ടോ, രണ്ടും. പിന്നെ ചോട്ടി ലടുക്കി ബച്ചാനെ ആത്തി ഹേ, ചോട്ടി ലടുക്കി ബച്ചാനെ ആത്തി ഹേ. ഇവിടെ തീ എന്നുള്ളതിന് ചിഹ്നം മാറിയിട്ടുണ്ട് കേട്ടോ. അവിടെ തീ എന്നുള്ളതിൻ്റെ ചിഹ്നം അത് നിങ്ങൾ നോക്കിയിട്ടിടണേ. തീ എന്നുള്ളത് കൊണ്ട് അപ്പുറത്തേക്കാണ് ചിഹ്നം വരിക കേട്ടോ. അപ്പം എന്താണ്, ചോട്ടി ലടുക്കി ബച്ചാനെ ആത്തി ഹേ, ചോട്ടി ലടുക്കി പേടുക്കോ ബച്ചാനെ ആത്തി ഹേ. മനസ്സിലായേ. ഇനി അടുത്ത ചോദ്യം, 12ാമത്തെ ചോദ്യം വരുന്നത്, मार्च 21 विश्व वन दिवस, इस अवसर पर वन की रक्षा हमारी सुरक्षा का संदेश देते हुए പോസ്റ്റർ തയ്യാർ കരെ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പോസ്റ്ററാണ് സന്ദേശ് ദേനെ വാലി പോസ്റ്റർ അല്ലേ. അപ്പം നമ്മളതിന് വേണ്ടി എന്ത് ചെയ്താൽ മതി, ഇവിടെ തന്നിട്ടുണ്ടല്ലോ വൻ കി രക്ഷ ഹമാരി സുരക്ഷ, അതെഴുതുക. പിന്നെ എന്ത് ചെയ്യണം, ഒരു ചിത്രവും വരയ്ക്കുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു സെൻറ്റൻസും കൂടെ എഴുതാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു സെൻറ്റൻസും കൂടെ എഴുതാം. പേട് ലഗാവോ, പ്രകൃതി കാ സംരക്ഷൺ കരോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സെൻറ്റൻസും കൂടെ എഴുതാം. അപ്പോൾ നമുക്ക് ആ പോസ്റ്റർ ഉണ്ടാക്കിയത് നോക്കാം. വൻ കി രക്ഷ ഹമാരി സുരക്ഷ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന അതേ സെൻറ്റൻസ് നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ പകുതിയിലേറെ ഭാഗം എടുത്തിട്ട് വേണം നിങ്ങളിതിന് വേണ്ടി ബോക്സ് വരയ്ക്കുക കേട്ടോ. എന്നിട്ട് അതിൽ വ്യക്തമായിട്ട് വലുതായിട്ട് ക്ലിയറായിട്ട് എഴുതണം. മാർച്ച് 21 വിശ്വ വന ദിവസ്, പേട് ലഗാവോ ഹരിയാലി ഫൈലാവോ, പേട് നെഹിത്തോ ഹം നെഹിം. അങ്ങനെ 2 സെൻറ്റൻസും കൂടെ എഴുതിയിട്ടുണ്ട്. ഇതാണ്, ഒരു ചിത്രം കൂടെ വരയ്ക്കണം കേട്ടോ. അവിടെ ചിത്രം വരയ്ക്കണം നമ്മുടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു ചിത്രം കൂടെ വരയ്ക്കുക. എന്നിട്ട് ആ ബോക്സ് ഒന്ന്, വലിയ ബോക്സ് ഇങ്ങനെ ക്ലോസ് ചെയ്യുക കേട്ടോ. വലിയ ബോക്സാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. എന്നിട്ടത് ഇങ്ങനെ ക്ലോസ് ആക്കുക ചിത്രം വരച്ചിട്ട്. ഇനി നമുക്ക് 13ാമത്തെ ചോദ്യം നോക്കാം. ഇതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടല്ലോ. ജൂൺ 5 വിശ്വ പര്യാവരൺ ദിവസ്,
നിങ്ങളുടെ സ്കൂളിലെ കാര്യക്രമം, അതായത് ഇതിന് നിങ്ങൾ സബ്കാ സ്വാഗതം വെച്ചിട്ടുള്ള പോസ്റ്ററാണ് ഉണ്ടാക്കേണ്ടത് ഇത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ പോസ്റ്റർ ഏതാണ്? ഇതാണ് അല്ലേ, സന്ദേശ് ദേനെ വാലി പോസ്റ്ററാണ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ സന്ദേശ് ദേനെ വാലി പോസ്റ്റർ ചെയ്താൽ മതി. ഈ സബ്കാ സ്വാഗതം വെച്ചിട്ടുള്ള പോസ്റ്ററാണ്. പിന്നെ രണ്ടാമത്തെ വരുന്നത് വിശ്വ പര്യാവരൺ ദിവസ് GHS കൊല്ലം സ്കൂൾ ആംഗൺ മേ സബേരെ 10 ബജെ സബ്കാ സ്വാഗതം ഇങ്ങോട്ടേക്ക് കയറിപ്പോയിട്ട് കേട്ടോ. പേട് മഹത്വ ഭാഷൺ ഹോനെ വാല ഹെ, മരത്തിൻ്റെ മഹത്വത്തിനെ കുറിച്ചിട്ട് എന്തുണ്ട്, പ്രസംഗം ഉണ്ട് എന്ന് പറയാണ്. സബ്കാ സ്വാഗതം ഇത് താഴേക്കാണ്. അപ്പോൾ ഈ മുകളിലത്തെ രണ്ടെണ്ണം ഉണ്ടല്ലോ, അത് നമ്മൾ ടൈപ്പ് ചെയ്യണ സമയത്ത് PDF ആക്കുന്ന സമയത്ത് അങ്ങനെ എന്തോ സംഭവിച്ചു പോയതാണ്. അത് ഇവിടേക്കാണ് എഴുതേണ്ടത് കേട്ടോ, ഇവിടേക്ക് താഴേക്കാണ് എഴുതേണ്ടത്. എന്നിട്ട് ആ ബോക്സ് നിങ്ങളിങ്ങനെ വരച്ച് കംപ്ലീറ്റ് ആക്കുക. 12ാമത്തെ. ഇനി 13ാമത്തെ ചോദ്യം വിശേഷണ ശബ്ദമാണ് ചോദിച്ചത്. വിശേഷണ ശബ്ദം മാലിക് പിള്ള അങ്ക് ബഹുത്ത്, ബഹുത്താണ് വിശേഷണ ശബ്ദം വരുന്നത് കേട്ടോ. 13. ഇനി 14ാമത്തെ. പിള്ളേക്കോ ഭാഗ്യക്കാ മാരാക്യോ കഹാഗയാ ഹെ, ആ പട്ടിക്കുട്ടിയെ ഭാഗ്യമില്ലാത്തത് എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് എന്നാണ് ചോദ്യം. എന്തുകൊണ്ടാണ് പട്ടിക്കുട്ടിയെ ഭാഗ്യമില്ലാത്തവൾ എന്ന് പറഞ്ഞത്? 14ാമത്തെ ചോദ്യം. ക്യോങ്കി വഹ് ചോട്ടാ പിള്ള ബേസഹാര, ആശ്രയമില്ലാതെ മസ്ബൂർ ഹാലത്ത് മേം സടക്ക് പർ അകേലാ പെടാത, റോട്ടിൽ ഒറ്റയ്ക്ക് കിടക്കുകയായിരുന്നു അല്ലേ, വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥയിൽ ആരും സഹായത്തിനില്ലാതെ റോട്ടിൽ കിടക്കുകയായിരുന്നു ആര്? പട്ടിക്കുട്ടി. അതുകൊണ്ടാണ് അതിനെ ഭാഗ്യക്കാമാര എന്ന് പറഞ്ഞത്. ഇനി അടുത്ത ചോദ്യം വരുന്നത് प्रोफेसर के कुत्ते के पिल्ले का पालन करने का निर्णय लिया, इसकी सूचना देते हुए वह अपने मित्र के नाम पत्र लिखा, वह पत्र लिखिയും എന്നാണ് പറഞ്ഞത്. കത്തെഴുതാനാണ്. ആ പട്ടിക്കുട്ടിയെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് തന്നെ പ്രൊഫസർ തീരുമാനിച്ചു. അപ്പം പിന്നെ അതിനെക്കുറിച്ചിട്ടൊരു കത്തെഴുതാണ് പ്രൊഫസർ. അപ്പോൾ നമുക്ക് ആ കത്തൊന്ന് നോക്കാം. പത്ര 15ാമത്തത് പത്രമാണ്. സ്ഥാൻ താരീഖ് എഴുതണം. നമുക്കറിയാലോ പത്രൻ്റെ ഫോർമാറ്റ് എഴുതുക. പ്രിയ മിത്രത്വം കൈസേ ഹോ ടീക്ക് ഞാനാമേ ഗുഷ് ഹോം പിച്ചലെ ഹഫ്തെ ഏക്ക് ഘടന ഹോ, ഈ കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടായി എന്നാണ് പറയണത്. പ്രിയമിത്രമേ നീ എങ്ങനെയാണ്, സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഗുഷ് എന്നാണ്, ഗുരു എന്നാണ് ഇവിടെ വന്നത്. ഗുഷ് ഹോം. കഴിഞ്ഞ ആഴ്ച എന്തുണ്ടായി? ഒരു സംഭവം ഉണ്ടായി. അതാണ് ഇനി പറയാൻ പോകുന്നത്. മേനെ ടോക്കിയോക്കെ സടക്ക് സേ ടാൽത്താത, ഞാൻ ടോക്കിയോയിലെ റോഡിലൂടെ അങ്ങനെ ഉലാത്തുകയായിരുന്നു. ഉസി സമയം ഏക്ക് പിള്ളാക്കോമില്ല, ആ സമയത്ത് എനിക്കൊരു പട്ടിക്കുട്ടിയെ ലഭിച്ചു. പിള്ള മസ്ബൂർ ഹാലത്ത് മേന്ത, പിള്ള എന്നാണ് കേട്ടോ ഇവിടെ, പിള്ള. മേനെ തൈ കിയാക്കി ഈസ് കുത്തേക്ക് മാലിക് കോ ഗോജൂങ്ക, ഞാൻ തീരുമാനിച്ചു ഈ പട്ടിക്കുട്ടിയുടെ ഈ നായയുടെ മാലികിനെ അന്വേഷിക്കും എന്ന് ഞാൻ തീരുമാനിച്ചു. ലേക്കിൻ മാലികോ മിൽ നസക, പക്ഷേ മാലികിനെ ലഭിച്ചില്ല. മാലികിനെ അന്വേഷിക്കാൻ വേണ്ടിയൊക്കെ തീരുമാനിച്ചു, മാലികിനെ അന്വേഷിച്ചു, പക്ഷെ എന്താ ഉണ്ടായത്? മാലികിനെ കണ്ടുകിട്ടിയില്ല. ഹാച്ചി അബ് മുജെ ഉസ്കാ മാലിക് സമജ്കർ പ്യാർ കർണയിലേക്ക്, ഹാച്ചി ഇപ്പോൾ എന്നെ അതിൻ്റെ മാലികായിട്ട് മനസ്സിലാക്കിങ്ങാണ്ട് സ്നേഹിക്കാൻ തുടങ്ങി. കിത്തനി അച്ചി ഹേ വഹ, എത്ര നല്ലവളാണ് അവൾ. മേരി പത്നി ബി ഉസേ പ്യാർ കർണയിലേക്ക്, എൻ്റെ ഭാര്യയും അവളെ സ്നേഹിക്കാൻ തുടങ്ങി. ഉസ്കി സുന്ദരത ആർ പ്യാർ സബ്കാ മൻ പിഘല എന്നാണ്, എല്ലാവരുടെയും മനസ്സലിയിക്കും അവളുടെ ആ സ്നേഹവും അവളുടെ സൗന്ദര്യവും ഒക്കെ. അകലെ ഹഫ്തെ തും യഹാം ആക്കർ സമജോ കി ഹാച്ചി കിത്തനി അച്ചി, അടുത്ത ആഴ്ച നീ ഇവിടെ വന്നിട്ടൊന്ന് മനസ്സിലാക്കൂ ഈ ഹാച്ചി എത്ര നല്ലവളാണെന്ന്. ജവാബ് കി പ്രതീക്ഷാമേ, മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട്. ജവാബ് കി പ്രതീക്ഷാമേ. തുമാരാ മിത്ര സേവാമേ നാം പദ, തുമാരാ മിത്ര ഹസ്താക്ഷരാണ് കേട്ടോ ഇവിടെ വരിക. ഇത് രണ്ടാണ് ഇവിടെ വരുള്ളൂ. സേവാമേ നാം പദ അത് ഇവിടെയല്ല കേട്ടോ, ഇവിടെ നാം വരും. നാം ഇവിടെ വരും, നാം ഇവിടെയും വരും. പക്ഷേ സേവാമേ എന്നുള്ള ഇവിടെ അല്ല കേട്ടോ വരുന്നത്, ഇവിടെയാണ് വരിക. ഇവിടെ സേവാമേം നാം പദ, സേവാമേം അറിയാലോ എങ്ങനെയാണെന്നുള്ളത്. സേവാമേം പിന്നെ നാം പദ. ഓക്കെ,
ഇനി അടുത്ത ചോദ്യം, ചിത്രം നോക്കിയിട്ട് 2 സെൻറ്റൻസ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ 2 ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ചിത്രം നോക്കി സെൻറ്റൻസ് ഉണ്ടാക്കിയതും ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയതും. ലോക മിൽക്കർ പേട് പൗധേ ലഗാ രഹേ, ആളുകൾ കൂടി ചേർന്ന് മരങ്ങളും ചെടികളൊക്കെ നടുന്നു. ബഗീച്ചേ മേ സുന്ദർ പേട് പൗധേ ഹേ, തോട്ടത്തിലെ സുന്ദരമായിട്ടുള്ള മരങ്ങളും ചെടികളൊക്കെ ഉണ്ട്. അതാണ് 2 സെൻറ്റൻസ്. ഇനി അതിൽ നിന്ന് ചോദ്യം ഉണ്ടാക്കാനാണ്. ചിത്രമേ ലോക ക്യാ ക്യാ കർ രഹേ, ഈ ചിത്രത്തിൽ ആളുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ചിത്രമേ കിത്തനെ പേട് ദിഗായി ദേ രഹേ, ചിത്രത്തിൽ എത്ര മരമാണ് കാണുന്നത് എന്നാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനും അതിനുള്ള എല്ലാ ആൻസറുകളും നോക്കിക്കഴിഞ്ഞു. തീർച്ചയായും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.